തിരുവൾത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയിടാം. കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി ആബാപിതാവിനു ബലിയിടാം. തിരുവൾത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയിടാം. കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി ആബാപിതാവിനു ബലിയിടാം. പൂർണ്ണ മനസ്സാലൊന്നു ചേരാം, പൂജ്യമീ ബലിയിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗോള റോമൻ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധരായ ചാൾസ് ലുവങ്കയുടെയും സഹചരന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. 1886 ആണ്ടിൽ ഉഗാണ്ടയിൽ വെച്ച് 22 രക്തസാക്ഷികളെ ഉഗാണ്ടൻ രാജാവായ മാവങ്കെ കൊലപ്പെടുത്തി. സദാചാരവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വശംവദരാകാതിരുന്നതിൻ്റെ പേരിലും ക്രിസ്തു വിശ്വാസത്തെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിലും വിശുദ്ധ ചാൾസ് ലുവങ്കായും സഹചരന്മാരും ഉഗാണ്ടൻ രാജാവിൻ്റെ കിങ്കരന്മാരാൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു. 1964 ആണ്ടിൽ പോൾ ആറാമൻ മാർപ്പാപ്പ ഈ രക്തസാക്ഷികളെ വിശുദ്ധരെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സുരഭിലമായ കാഴ്ചയും ബലിയുമായി സമർപ്പിച്ച രക്തസാക്ഷികളായ ഈ യുവാക്കളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരവോടെ ശിരസ്സം നമിക്കാം. അവരുടെ സ്വർഗീയ മാധ്യസ്ഥം ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. സുവിശേഷത്തിൽ വരാനിരിക്കുന്ന ലോകത്തിലെ നവ്യജീവിതത്തെക്കുറിച്ചുള്ള പരാമർശം യേശുനാഥൻ അരുൾ ചെയ്യുകയാണ്. മോക്ഷരാജ്യത്തിൽ വിവാഹം ചെയ്യിക്കലോ വിവാഹം കഴിപ്പിക്കലോ വിവാഹ ജീവിതമോ ഇല്ല. വരാനിരിക്കുന്ന ലോകത്തിൽ മനുഷ്യൻ ദൈവസന്നിധിയിൽ മാലാഖമാരെ പോലെ ആയിരിക്കും എന്നരുൾ ചെയ്തുകൊണ്ട് പരിപൂർണവുമായും ദൈവവുമായി ഐക്യപ്പെട്ടുള്ള സുന്ദര സുരഭിലമായ വരാനിരിക്കുന്ന ലോകത്തെ നവ്യജീവിതത്തെക്കുറിച്ച് കർത്താവ് പരാമർശിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നുണ്ട്, ഉൾപ്പടർപ്പിൽ മോശയ്ക്ക് കാണപ്പെട്ടുകൊണ്ട് ദൈവമായ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി, ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച് ഈ ലോകത്തുനിന്ന് കടന്നുപോയവരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും സജീവർ തന്നെ. നമുക്ക് ദൈവം കർത്താവായ ഈശോ വെളിപ്പെടുത്തിയ നവ്യമായ ലോകത്തിലേക്കുള്ള വരാനിരിക്കുന്ന ലോകത്തെ ജീവിതം നോക്കി പാർത്തുകൊണ്ട് ഇഹത്തിലെ ജീവിതം ദൈവത്തിന് പ്രീതികരമായി നയിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി സമാരംഭിക്കാം. ദൈവത്തിന് സംപൂജ്യമായ ബലി അർപ്പിക്കാൻ നമ്മുടെ യോഗ്യതകളും വീഴ്ചകളും പാപങ്ങളും ഓർത്ത് അനുദപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യം പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും
സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവായ ദൈവമേ, രക്തസാക്ഷികളുടെ ചുടുനിണം ക്രിസ്ത്യാനികളുടെ വിത്താകാൻ അങ്ങിടയാക്കിയല്ലോ. വിശുദ്ധ ചാൾസിൻ്റെയും സഹചരന്മാരുടെയും രക്തത്താൽ നനയ്ക്കപ്പെട്ട അങ്ങയുടെ സഭ സമർത്ഥമായി സദാഫലം നൽകുവാൻ കാരുണ്യപൂർവം അനുഗ്രഹം ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. യേശുക്രിസ്തുവിനുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ശ്രേഷ്ഠപുത്രനായ തിമോഥെയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും കാരുണ്യവും സമാധാനവും. രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീർത്തത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവിടുന്ന് മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പോസ്തലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഈ കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു.
കർത്താവെ, കർത്താവേ, അങ്ങയിലേക്ക് ഞാൻ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. കണ്ണുകളുയർത്തുന്നു. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയിലേക്ക് ഞാൻ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. കണ്ണുകളുയർത്തുന്നു. ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയിലേക്ക് ഞാൻ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. കണ്ണുകളുയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 18 മുതൽ 27 വരെ വാക്യങ്ങൾ. അക്കാലത്ത് പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു. അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടവും നിദാനവുമായ ദൈവത്തെ വിളിച്ച് ഭക്തിപുരസരം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയും ആഗോളസഭയുടെ തലവനുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആയുസ്സും ആയുരാരോഗ്യവും നൽകി പരിപാലിക്കണമെന്നും മാരകമായ രോഗബാധയിൽ നിന്നും അദ്ദേഹത്തെ പ്രത്യേകം കാത്തുകൊള്ളണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനുമായ കർത്താവേ, മാരകമായ കൊറോണ രോഗബാധയിൽ നിന്ന് സമസ്ത ലോകത്തെയും ഞങ്ങളെയും രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, കൊറോണ രോഗബാധിതരായ മനുഷ്യരെ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന എല്ലാ ഭിഷക്കുരന്മാരെയും നേഴ്സുമാരെയും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ജീവന്റെ ഉടയവനായ അങ്ങ് പ്രത്യേകം കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, മാരക രോഗബാധയുടെയും അത് സമ്മാനിക്കുന്ന ഭയമെന്ന പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും
ദൈവത്തിൽ പ്രത്യാശ വെച്ച് നശ്വരതയെക്കുറിച്ച് അപബോധമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും രക്ഷ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവേറ്റ സഹോദരങ്ങളിൽ ഉദ്ധിതൻ്റെ ആണിപ്പഴുതുകൾ കാണുവാനും അവർക്ക് വേണ്ടി കരുതലോടെ നിലപാടുകൾ സ്വീകരിക്കുവാനും അങ്ങനെ മിശിഹായുടെ ഉത്ഥാനം ഞങ്ങളെ യാഥാർത്ഥ്യമാകുവാനും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദതയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തെ സിംഹാസനവും ഭൂമിയെ പാദപീഠവുമാക്കിയ സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ദയാവായ്പോടെ കേൾക്കണമേ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത ബന്ധാവുകളിലേക്ക് ആശ്വാസവും സാന്ത്വനവുമായി അവിടെ നിറങ്ങി വരുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയേകുന്നു സ്നേഹപിതാവേ, ഞങ്ങൾ തൻ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ അനുതാപത്താൽ ഉരുകിയ ഞങ്ങൾ തൻ ഹൃദയങ്ങളേകാം തിരുസന്നിധി സ്വീകരിക്കണേ സ്വന്തമാ. കാഴ്ചയേകുന്നു സ്നേഹപിതാവേ, ഞങ്ങൾ തൻ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ അപ്പവും വീഞ്ഞും മാംസരക്തങ്ങളായി തീരുമി സുന്ദര നിമിഷം. അപ്പവും വീഞ്ഞും മാംസരക്തങ്ങളാൽ തീരുമി സുന്ദര നിമിഷം. മാനവ മനസ്സുകൾ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്യും നിമിഷം. യാഗാർപ്പണം ഇതു സ്നേഹാർപ്പണം, യേശുവേ ഞങ്ങൾ തൻ ഹൃദയാർപ്പണം. യാഗാർപ്പണം ഇതു സ്നേഹാർപ്പണം, യേശുവേ ഞങ്ങൾ തൻ ഹൃദയാർപ്പണം. കാഴ്ചയേകുന്നു സ്നേഹപിതാവേ, ഞങ്ങൾ തൻ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ. സഹോദരങ്ങളെ, നമ്മളൊന്നു ചേർന്നർപ്പിക്കുന്ന ബലി കർത്താവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, തിരുസന്നിധിയിലെ ഈ പൂജാവസ്തുക്കൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപം ചെയ്യുന്നതിനേക്കാൾ മരണം വരിക്കുന്നതിനുള്ള അനുഗ്രഹം വിശുദ്ധരായ ചാൾസ് ലുവങ്കായ്ക്കും സഹചരന്മാർക്കും അവിടുന്ന് നൽകിയതുപോലെ അങ്ങേക്ക് മാത്രം സമർപ്പിതരായി അങ്ങേ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും
യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വേദസാക്ഷികളായ വിശുദ്ധ ചാൾസും സഹചരന്മാരും ക്രിസ്തുവിനെ അനുകരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ചിന്തിയ രക്തം വിശ്വാസ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ ബലഹീനരായി ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തുകയും സുധീരം അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കി ശുഭ്രവസ്ത്രധാരികളായി കരങ്ങളിൽ ഒലിവുശാഖകളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ ധൂപകലശവുമായി അവിടുത്തെ തിരുസന്നതിയിൽ സദാ വിരാജിക്കുന്ന വിശുദ്ധരുടെ മഹാഗണത്തോടും രാപകലങ്ങയെ പ്രകീർത്തിക്കുന്ന മാലാഖവൃന്ദങ്ങളോടും ചേർന്ന് അവിടുത്തെ സ്തുതിഗീതങ്ങൾ ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന 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 അത്യുന്നതങ്ങളിൽ ഹോശാന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പത്തിൻ്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വരുന്ന ഈ പുണ്യനിമിഷങ്ങളിൽ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ പാവനമായ കരങ്ങളിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉത്ഥാനവും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി തീർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ക്രിസ്തുവിൻ്റെ മഹാപുരോഹിതനും സാർവത്രിക സഭയുടെ തലവനുമായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് റാഫേൽ മെത്രാനോടും ക്രൈസ്തവ ലോകത്തിലെ എല്ലാ മെത്രാന്മാരോടും സകല കുടുംബങ്ങളോടും വൈദിക ഗണത്തോടും സമർപ്പിതരോടും സമസ്ത ജനപദങ്ങളോടുമൊത്ത് സഭയെ അവിടുന്ന് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ അച്ഛനമ്മമാരെയും ആചാര്യന്മാരെയും ഗുരുജനങ്ങളെയും സഹോദരങ്ങളെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും അവിടുത്തെ കനിവും കാരുണ്യവും വർഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും നീതിമാനുമായ ഭാഗ്യപ്പെട്ട യൗസ്യപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ അന്ത്രയോസിനോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധരായ സകലരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ നിത്യനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുന്നു. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതു ഭാഗത്തുണ്ട്. നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. നമ്മുടെ കാവൽക്കാരനും പരിപാലകനും രക്ഷകനുമായ സ്വർഗസ്ഥനായ ദൈവപിതാവിനെ വിളിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന കരങ്ങൾ ഉയർത്തി ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കടക്കിണികളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസം കടാക്ഷിച്ച് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും സഭയുടെ കുടുംബങ്ങൾക്കും മാതൃരാജ്യത്തിനും ലോകത്തിനും മുഴുവനും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മളെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. അലിവിൻ്റെ അടയാളമായെൻ്റെ ദൈവം ദിവ്യകാരുണ്യമായി മാറി. കരുതുന്ന സ്നേഹത്തിൻ കൃപയാർന്ന രൂപമായി ദിവ്യകാരുണ്യമായി മാറി. അലിവിൻ്റെ അടയാളമായെൻ്റെ ദൈവം ദിവ്യകാരുണ്യമായി മാറി. കരുതുന്ന സ്നേഹത്തിൻ കൃപയാർന്ന രൂപമായി ദിവ്യകാരുണ്യമായി മാറി. ദിവ്യകാരുണ്യമേ, അമ്മ വാത്സല്യമേ, കാത്തിരിക്കുന്നിതാ ഞാൻ. ദിവ്യകാരുണ്യമേ,
അമ്മ വാത്സല്യമേ കാത്തിരിക്കുന്നിതാ ഞാൻ. മാറോടണച്ചു പിടിക്കുന്ന മാതാവായി ദിവ്യകാരുണ്യമെന്നെഞ്ചിൽ. മാറോടണച്ചു പിടിക്കുന്ന മാതാവായി ദിവ്യകാരുണ്യമെന്നെഞ്ചിൽ. നെഞ്ചുരുക്കുന്നത് അറിയുന്ന സ്നേഹമായി ദിവ്യകാരുണ്യമെൻ ഉള്ളിൽ. നെഞ്ചുരുകുന്നത് അറിയുന്ന സ്നേഹമായി ദിവ്യകാരുണ്യമെൻ ഉള്ളിൽ. ദിവ്യകാരുണ്യമേ അമ്മ വാത്സല്യമേ കാത്തിരിക്കുന്നിതാ ഞാൻ. ദിവ്യകാരുണ്യമേ അമ്മ വാത്സല്യമേ കാത്തിരിക്കുന്നിതാ ഞാൻ. ഈശോ അരുൾ ചെയ്തു, അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങേ വിശുദ്ധരായ രക്തസാക്ഷികളുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചുവല്ലോ. പീഡനങ്ങൾ സഹിക്കാൻ അവരെ പ്രാപ്തരാക്കിയവ ഞങ്ങൾക്ക് ആപത്തുകളിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്ഥിരോത്സാഹം പ്രദാനം ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ പോയി ക്രിസ്തുവിന് സാക്ഷികളാകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.